എൻ്റെ മക്കൾ ഇത് ശശിമശിയുടെ പണിക്കാർ കോൺക്രീറ്റ് കൂട്ടുന്നതല്ല കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കേക്ക് മിക്സ് ഈവൻ്റാണ് കേട്ടോ ഇത്. നമ്മുടെ ട്രിവാൻഡ്രം ലൂലിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം തന്നെ 80 അടിയോളം നീളമുള്ള ഈ കേക്ക് മിക്സിങ്ങിനകത്ത് 4000 kg ഡ്രൈ ഫ്രൂട്ട്സാണ് ഉപയോഗിക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് നട്ട്സും ബാക്കി എല്ലാ സംഭവങ്ങളും വരും. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്, ഇത് നോൺ ആൽക്കഹോളിക്കാണ് കേട്ടോ. ഫുള്ള് ചെയ്തിട്ടുള്ളത് നമ്മൾ ഗ്രേപ്പ് ജ്യൂസാണ് ഇത് മൊത്തം ആടിയിട്ടുള്ളത്. ഏകദേശം തന്നെ 25,000 കേക്ക് നമുക്ക് ഇവിടെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതിനെക്കാട്ടിയും വലുതായിട്ടൊരു സംഘടിപ്പിച്ചിരുന്നത് അത് ഏകദേശം 100 അടിയോളം നീളം ഉണ്ടായിരുന്നു. അതിനെക്കാട്ടി ഇരട്ടിയായിട്ട് കേക്കും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവർ 80 അടിയോളമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ തന്നെ വലിയത് തന്നെയാണ് കേട്ടോ. ഇത്രമാത്രം ആൾക്കാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഭവത്തിനെ മിക്സ് ചെയ്ത് പറക്കിയെടുത്തുന്നത് ഒരു 1.5 പണിയുള്ള സംഭവം തന്നെ. ഏകദേശം 1.25 മണിക്കൂറോളം എടുത്തു ഇത് ഈ കേക്കിനെ ഒന്ന് പരുവമായിട്ട് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നും ജ്യൂസ് വാരി അങ്ങോട്ട് ഒഴിക്കുന്നു, അവിടെ നിന്ന് അവിടെ ഭാര്യ ഇങ്ങോട്ട് എറിയുന്നു, എല്ലാം കാണാൻ തന്നെ ഒന്നും കണ്ണിന് ഒരു സുഖമുള്ള സംഭവമായിരുന്നു. പിന്നെ കൂടെ അടുത്ത് നിൽക്കുമ്പോൾ മണം മൂക്കിലടിച്ച് കയറുന്ന മണം മക്കളെ, മസാലയുടെയും ഫ്രൂട്ട്സിൻ്റെയും വൈനിൻ്റെയും എല്ലാത്തിൻ്റെയും മണം കണ്ട് എനിക്കവിടെ തല കറങ്ങിപ്പോയി. കാണാൻ അത്രമാത്രം പെർഫെക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ലൂലുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം അത് പിന്നെ പറയണ്ടല്ലോ, ലൂലുവിൻ്റെ എല്ലാ പ്രോഡക്റ്റിനും അതിനായിട്ടുള്ള ഗുണങ്ങളും ഇതെല്ലാം ഉണ്ട്. ഇപ്പം എല്ലാ പ്രോഡക്റ്റും മീൻസ് ഞാൻ എല്ലാം കഴിച്ചിട്ടില്ല. അതിൽ കഴിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം ക്വാളിറ്റി ഉണ്ട്, ചില പ്രോഡക്റ്റ് മാത്രം ക്വാളിറ്റി കുറഞ്ഞ സംഭവമായിട്ടും ഉണ്ട്, എനിക്ക് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഇന്ന് ഏതായാലും ട്രിവാൻഡ്രത്ത് പോയിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പോയപ്പം ഇതെൻ്റെ നല്ലപോലെ ആസ്വദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഷവലിൽ കോരി അങ്ങോട്ട്, നമ്മൾ ഷവൽ മീൻസ് ചട്ടുകം കൊണ്ട് കോരി അങ്ങോട്ട് എറിയുന്നതും എല്ലാം കൂടെ മാറി മിക്സ് ചെയ്യുന്നതും, പിന്നെ അവസാനം എല്ലാം കൂടെ പാട്ടും ഡാൻസും ഒരു അടിപൊളി മാമാങ്കം തന്നെയായിരുന്നു മക്കളെ. കാണാനായിട്ട് ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടായിരുന്നു, ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഉള്ള വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തുള്ള ഓൾമോസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് മിക്സാക്കി പരുവമാക്കി എടുത്തപ്പം കാണാൻ ഈ കളർഫുള്ള മാറിയിട്ട് എല്ലാം നല്ല യെല്ലോയിഷ് കളറായിട്ടാണ്. യെല്ലോയിഷ് കളറാകുമ്പം കാണാനും ഇതിൻ്റെ ഗുണങ്ങളുമുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇതെല്ലാം വേണ്ടി ഒത്തിരി ആൾക്കാർ എന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് പുറത്തു നിന്ന് ആൾക്കാർ വന്നിരുന്നു. അവരെല്ലാവരും തന്നെ ഒന്ന് ഇത് പങ്കാളിയാൻ പറ്റി. പക്ഷേ ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഗ്രില്ല് വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ പുറത്തൊക്കെയാണ് നിന്നത്. ഇതിൽ ക്ഷണിക്കപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഈ മിക്സ് ചെയ്യാനുള്ള അവസരം കിട്ടിയുള്ളൂ. അപ്പം അതിൽ ഒരു ഭാഗവാക്കാവാൻ സാധിച്ചില്ല, കാരണം ഞാനും പുറത്തായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കും അതിലോട്ട് നിന്ന് ടച്ച് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ബാക്കിയെല്ലാ ആൾക്കാരും അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ഇരുന്നതും ലുലുവിൻ്റെ സ്റ്റാഫുകൾ ആയിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും. അപ്പോൾ കൂടെ നമ്മളിന്ന് കാണാനും ആസ്വദിക്കാനൊക്കെ സാധിച്ചു. ഏതായാലും ലുലുവിൻ്റെ സാധനം ഇത് നമ്മളിത് ട്രിവാൻഡ്രത്ത് മാത്രമല്ല കേട്ടോ, അവരുടെ മറ്റ് ഷോപ്പുകളിലും ഇതുപോലെ കേക്ക് മിക്സിങ് ഉണ്ടായിരുന്നു. അപ്പം അവിടെയും ആൾക്കാരെല്ലാം പോയി ആസ്വദിച്ചു, എല്ലാം ചെയ്തെന്നൊക്കെ കണ്ടതുണ്ടോ. കാണുമ്പം ഒരു ഭംഗിയൊക്കെ ഇല്ലേ. ഇപ്പം ഇതെല്ലാം കൂടെ മസാല കൂട്ട് നമ്മുടെ എല്ലാ മസാലയും ചേർത്തുള്ള സംഭവങ്ങളെല്ലാം ആടിയിട്ടുണ്ട്. ഏതായാലും അടിപൊളി സംഭവം തന്നെയാണ്. ഏതായാലും December 1 ഈ കേക്കെല്ലാം കൊടുത്തു തുടങ്ങും. അപ്പം ഈ കേക്കെല്ലാം മേടിക്കാനായിട്ട് നമുക്ക് December 1 തൊട്ട് നമുക്ക് ലുലുവിൽ പോകാം. ഇപ്പം ക്രിസ്മസിന് മുമ്പായിട്ട് തന്നെ ഇത് കേക്ക് മിക്സിങ് ഉണ്ടായാൽ മാത്രമേ ഈ ഒരു മിക്സിങ്ങിന് ഈ മസാലയുടെയും എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് ഒരു ഫ്രൂട്ട്സിന് കിട്ടും. ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുമ്പം അതെല്ലാം സംഭവം കിട്ടത്തുള്ളൂ. അപ്പം ഒരു പ്ലം കേക്കാണ് ഈ സംഭവം ചെയ്യുന്നത്. സാധാ ക്രീം കേക്കിനൊന്നും ഈ മിക്സ് ഉപയോഗിക്കത്തില്ല. അപ്പം കൂടുതൽ ആൾക്കാരും ക്രിസ്ത്യാനികൾ കൂടുതലും അന്ന് വൈനും എല്ലാം കട്ട് ചെയ്യുമ്പോൾ ഈ പ്ലം കേക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം പ്ലം കേക്കിന് കൂടുതൽ എഫക്റ്റ്. ചില ആൾക്കാർ ലിക്കറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ റമ്മെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ലിറ്ററോളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ലിക്കറൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഫുള്ള് നമ്മുടെ വൈൻ ജ്യൂസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ജ്യൂസിൻ്റെ ആ ഒരു മണവും മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഈ ജ്യൂസ് എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളോളം പഴക്കമുള്ള സംഭവമായിരിക്കും, അതിനും വീര്യം ഉണ്ടായി. പക്ഷേ ആൽക്കഹോളിൻ്റെ അംശം ഇതില്ല എന്നുള്ള 100% പറയാം കേട്ടോ. ട്രിവാൻഡ്രം ലുലുവിൻ്റെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചയെല്ലാം കണ്ട് എല്ലാവരും സന്തോഷത്തോടെ മടങ്ങി. കൂടെ അവിടുത്തെ ഫുഡും ജ്യൂസും എല്ലാം കുടിച്ചിട്ട് ഞാനും ഇതിൽ നിന്നും പതുക്കെ വീട്ടിലോട്ട് പോകേണ്ട സമയമാണ്. ഫൈനൽ മിക്സിംഗ് എല്ലാം കഴിഞ്ഞ് മുകളിൽ നിന്ന് ഒരു വ്യൂ എടുത്തപ്പം സന്തോഷമായി. ആ കൊച്ചിന് സംഭവം എല്ലാം കളർഫുള്ളായി മാറിയിട്ട് എല്ലാം മഞ്ഞ കളറിൽ സെറ്റായിരിക്കുന്നു. ഇത്രയേറെ ആൾക്കാർ കഷ്ടപ്പെട്ട് ജോലി കേട്ടോ, നല്ലൊരു ജോലി ചെയ്തു. പിന്നെ ഫ്രീ ആയിട്ട് കേക്ക് തരുമെന്ന് ഞാൻ പറയുന്നില്ല, പൈസ കൊടുത്താണ് ലുലുന്ന് കേക്ക് മേടിക്കാനുള്ളത്. അതുപോലെ ഞാൻ ഓർമ്മപ്പെടുത്തിൻ്റെ ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഇൻഫോം ചെയ്താൽ ഞാൻ അത് പോയിട്ട് എടുക്കാം. പിന്നെ നല്ല വീഡിയോ കാണുമ്പോഴേയും കാണാം. ബൈ ബൈ.